السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മളിവിടെ തുടർച്ചയായി സംസാരിച്ചു വരുന്ന വിഷയം അല്ലാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങൾ, ആ നാമങ്ങളുടെ തേട്ടങ്ങളും താല്പര്യങ്ങളും അർത്ഥങ്ങളുമൊക്കെയാണ്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത് അല്ലാഹുവിൻ്റെ സിത്തീർ എന്ന നാമമാണ്. അല്ലാഹുവിന് അസിത്തീർ അല്ലെങ്കിൽ അസത്തീർ എന്ന നാമം ഹദീസുകളിൽ സഹിഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ചിലർ സത്താർ എന്ന് തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. പേരിടുമ്പോൾ കാണാം അബ്ദുസത്താർ എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു പേര് അള്ളാഹുവിന് വന്നിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല, സത്താർ എന്നുള്ള പേര്. അതുകൊണ്ട് തന്നെ അബ്ദുസത്താർ എന്ന് പേരിടുന്നത് ശരിയല്ല. കാരണം അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേരില്ല. അതേസമയം അള്ളാഹു അസത്തീർ അല്ലെങ്കിൽ അള്ളാഹു അസിത്തീർ, ഈ പേരാണ് അള്ളാഹുവിന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ നാമം ഹദീസുകളിലാണ് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. സുനനുൻ നസായിയിൽ ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി യാല ഇബ്നു മുറയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയെ കാണണം. ഹദീസിൻ്റെ ലഫ്ദിൽ ഇങ്ങനെയാണുള്ളത്: അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യഗ്തസിലു ബിൽ ബറാസ് ഫസഇദൽ മിൻബറ ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി വഖാൽ ഇന്നല്ലാഹ അസ്സ വജല്ല ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സത്ർ ഫഇദ ഇഗ്തസല അഹദുകും ഫൽയസ്തതിർ. ഈ ഹദീസിനെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? അള്ളാഹുവിൻ്റെ തിരുദൂതർ ഒരു വ്യക്തി തുറന്ന സ്ഥലത്ത് കുളിക്കുന്നത് കണ്ടു. ചില റിവായത്തുകളിൽ തുറന്ന സ്ഥലത്ത് നഗ്നത വെളിപ്പെട്ടുകൊണ്ടാണ് അയാൾ കുളിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി അള്ളാഹുവിനെ ഹംദോതി അള്ളാഹുവെ വാഴ്ത്തി പുകഴ്ത്തി ഇപ്രകാരം പ്രസംഗിച്ചു. എന്താ തിരുനബി പറഞ്ഞത്? ഇന്നല്ലാഹ അസ്സ വജൽ ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ. അള്ളാഹു ഹലീമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ അവധാനതയും സാവകാശവുമുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ അടിയാറുകളെ പെട്ടെന്ന് ശിക്ഷിക്കാതെ
തൗബ ചെയ്യാനും പശ്ചാത്തപിക്കുവാനും അവസരം നൽകുന്നവനാണ്. ഹയ്യുൻ, അള്ളാഹു ഹയ്യാണ്. ഹൈ എന്ന് പറഞ്ഞാൽ ഹയ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നർത്ഥം. അള്ളാഹു ഹയ ഉള്ളവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ലജ്ജ എങ്ങനെയാണ്? അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധമുള്ള അർത്ഥത്തിലാണ്, താല്പര്യത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു ഹയ ഉള്ളവനാണ്, അത്യുദാരനാണ്. അതുകൊണ്ട് തന്നെ ഒരു ദാസൻ തൻ്റെ ഇരു കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ഉയർത്തിയ കൈകൾ മടക്കുന്നതിന് മുമ്പ് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. അങ്ങനെ ഉത്തരം നൽകാതെ കൈകൾ ശൂന്യമായി മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹയാഇൻ്റെ പ്രത്യേകത. കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ കൈകൾ അള്ളാഹു ശൂന്യമാക്കിയിട്ട് മടക്കൂല, ചോദിച്ച കാര്യം അള്ളാഹു നൽകും. ശൂന്യമാക്കി കൈകളെ മടക്കുന്നതിനെ തൊട്ട് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അള്ളാഹു ഹലീമുൻ ഹയ്യുൻ. പിന്നെ സിത്തീറുൻ, അള്ളാഹു സിത്തീറാകുന്നു. അതാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരീകരിച്ച നാമമാണ് അള്ളാഹു അസ്സിത്തീർ, സിത്തീറാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫഇദ ഇഗ്തസല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ കുളിച്ചാൽ ഫൽയസ്തതിർ, അവൻ മറ സ്വീകരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ മറ സ്വീകരിക്കണം, അന്യർ നമ്മുടെ നഗ്നത കാണാതിരിക്കുവാൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കേണ്ടായി. ഈ ഹദീസിൻ്റെ മറ്റൊരു ലഫ്ദിൽ ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സത്ർ, യുഹിബ്ബുൽ ഹയാഅ വസ്സത്ർ, മറയും ലജ്ജയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഫൈദ ഇഗ്തസല അഹദുക്കും ഫൽയസ്തതിർ, അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ മറ സ്വീകരിക്കട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹു സിത്തീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മറക്കുന്നതും ഇഷ്ടപ്പെടുന്നു. എന്താണ് അതിൻ്റെ താല്പര്യങ്ങൾ? എങ്ങനെയാണ് അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ തേട്ടങ്ങൾ എന്തെല്ലാം? ഇൻഷാ അല്ലാഹ് അതാണ് നമ്മളിവിടെ ഇനി തുടർന്ന് വിശദീകരിക്കുന്നത്. ഇക്രിമയിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, ഇറാഖിൽ നിന്നൊരു വിഭാഗം ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് കൈഫ തറ ഫി ഹാദിഹിൽ ആയത്തി ലത്തി ഉമിർന ഫീഹാ ബിമാ ഉമിർന വലാ യഅമലു ബിഹാ അഹദുൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ഇറാഖുകാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, അള്ളാഹു നമ്മളോട് ചില കൽപ്പനകൾ നൽകിയ ആയത്താണിത്, പക്ഷേ ഇതുകൊണ്ട് ആരും പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ആയത്തിൻ്റെ വിഷയത്തിൽ? ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഅ്ദിനകുമുല്ലദീന മലക്കത് ഐമാനുക്കും വല്ലദീന ലം യബ്ലുഗുൽ ഹുലും മിൻകും സലാസ മർറാത്തിൻ മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി വഹീന തദഊന സിയാബകും മിന ദഹീറതി വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ സലാസു ഔറാത്തിൻ ലക്കും ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹുൻ ബഅദഹുന്ന തവാഫുന അലൈക്കും. ഈ ആയത്താണ്. എന്താ ആയത്തിൽ പറയുന്നത്? ആയത്തിൽ പറയുന്നത് ഫജ്റിന് മുമ്പും ഉച്ചയിൽ ഉറങ്ങുന്ന സമയത്തും ഇശാക്ക് ശേഷവും 3 സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഭൃത്യന്മാരുണ്ട് എങ്കിൽ അവരും പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികളും അറയിലേക്ക് അവർ വരുന്നുവെങ്കിൽ അനുവാദം ചോദിക്കണം, പെർമിഷൻ ചോദിക്കണം. ഈ 3 സമയങ്ങൾ, ആ 3 സമയങ്ങളുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സലാസു ഔറാത്തിൻ ലക്കും, നമ്മുടെ സ്വകാര്യ സമയങ്ങളാണ്. നിങ്ങൾക്കുള്ള 3 സ്വകാര്യ സമയങ്ങളാണ് ഈ സമയങ്ങൾ. ഫജ്റിന് മുമ്പുള്ള ടൈം, ഇശ നമസ്കാരമുള്ള ടൈം, ഉച്ചക്ക് നമ്മൾ ഉച്ചയുറങ്ങുന്ന ടൈം. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ അറയിലേക്ക് കുട്ടികളോ അതേപോലെ തന്നെ വീട്ടിൽ സേവകരായിട്ടുള്ളവരോ കയറി വരികയാണ് എങ്കിൽ അവർ പെർമിഷൻ ചോദിച്ചിട്ടേ കയറാവൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസിനോട് ഇറാഖുകാർ ചോദിക്കണം, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പ്രതികരിച്ചത് ഇന്നല്ലാഹ ഹലീമുൻ റഹീമുൻ ബിൽ മുഅ്മിനീൻ യുഹിബ്ബുസ് സിത്ർ. അള്ളാഹു ഹലീമാണ്, അവധാനതയുള്ളവനാണ്, സാവകാശമുള്ളവനാണ്. റഹീമുൻ ബിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് കരുണ കാണിക്കുന്നവനാണ്. യുഹിബ്ബുസ് സിത്ർ,
അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത്. മറ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താ, ആ ടൈമുകളിൽ കുട്ടികളാണ് നമ്മൾ അറയ്ക്ക് കയറി വരുന്നത് എങ്കിൽ ഒരാൾ ഭാര്യനോടൊപ്പം കിടക്കുകയായിരിക്കും, ഒരാൾ തൻ്റെ ഉറക്കത്തിലായിരിക്കും, ചിലപ്പോൾ ഔറത്ത് വെളിപ്പെട്ടിരിക്കും. അപ്പോൾ പെർമിഷൻ ഇല്ലാതെ, അനുവാദം ചോദിക്കാതെയാണ് കുട്ടികൾ കയറി വന്നിട്ടുള്ളതെങ്കിൽ നഗ്നത വെളിപ്പെടും, കുട്ടികൾ ഔറത്ത് കാണും. അള്ളാഹു മറയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഇവിടെ നമ്മുടെ വിഷയം അള്ളാഹു സിത്തീർ അല്ലെങ്കിൽ സത്തീർ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഉത്തമ നാമമാണ്. അതിൻ്റെ താല്പര്യം അള്ളാഹു മറയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. മറ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങൾ മറക്കുന്നത്, പരസ്യപ്പെടുത്താത്തത്. ഇപ്പം അള്ളാഹു ഹറാമാക്കിയ തെറ്റുകൾ പ്രവർത്തിക്കുന്ന ദാസന്മാർ ഓരോരുത്തരും തങ്ങളുടെ തെറ്റുകൾ ഓരോരുത്തർക്കും അറിയാം. അതൊക്കെ ആരും അറിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹ്ക്ക് അത് പരസ്യമാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വകാര്യതയിൽ, രഹസ്യങ്ങളിൽ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെ മറക്കുന്നു. കാരണം അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നു. ഒരു ഹദീസിൽ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ വിചാരണയുടെ വേദിയിൽ അള്ളാഹു വിചാരണ നടത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നല്ലാഹ യുദിനി അൽ മുഅ്മിന ഫയദഉ അലൈഹി കനഫഹു. അള്ളാഹു ഒരു വിശ്വാസിയെ തന്നോട് അടുപ്പിക്കും. വിചാരണ നടത്തുമ്പോഴേ വിചാരണയ്ക്ക് വിധേയനാകുന്ന വിശ്വാസി അള്ളാഹു തന്നോട് അടുപ്പിക്കും. ഫയദഉ അലൈഹി കനഫഹു. അള്ളാഹു തൻ്റെ പാർശ്വം ആ ദാസനോട് ഇങ്ങനെ മറച്ചു വെക്കും. വയസ്തുറുഹു, അതാണ് അള്ളാഹു തൻ്റെ പാർശ്വം ദാസനോട് അടുത്ത് പിടിക്കും. എന്നിട്ട് അള്ളാഹു ആ ദാസനെ മറക്കും. എന്നിട്ടോ ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു ചോദിക്കും, അതാരിഫു ദംബകദ അതാരിഫു ദംബകദ, നിനക്കറിയോ ഇന്ന തെറ്റ് നീ ചെയ്തത്. വിചാരണ നടത്തുകയാണ്. വിചാരണയുടെ വേദി എന്ന് പറഞ്ഞാൽ എന്താ? അത് അള്ളാഹു ദാസന് മാത്രമുള്ള വിചാരണ വേദിയല്ല. പിന്നെയോ വജീഅ ബിന്നബിയ്യീന വശുഹദ, നബിമാർ ഹാജരാക്കപ്പെടും, സാക്ഷികൾ ഹാജരാക്കപ്പെടും. നബിമാരുടെ സമക്ഷത്തിൽ, ലോകരുടെ സമക്ഷത്തിലാണ് അള്ളാഹു ഓരോ ദാസന്മാരെയും വിചാരണ ചെയ്യുക. അപ്പോൾ ചില ദാസന്മാരെ കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ പാർശ്വം കൊണ്ട് അവരെ മറച്ചു പിടിക്കും. എന്നിട്ട് ആ ദാസനോട് ചോദിക്കും, അതാരിഫു ദംബകദ, ഇന്ന തെറ്റുകളൊക്കെ നീ ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ, അറിയോ എന്ന് ചോദിക്കും. ഫയഖൂൽ, അപ്പോൾ ദാസൻ പറയും, നാം ഐ റബ്ബ്, പടച്ചോനെ റബ്ബേ എനിക്കറിയാം. അതെ. ഹത്താ ഇദാ ഖററ ബിദുനൂബിഹി വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക്. അള്ളാഹു ഇങ്ങനെ ചോദിക്കും, ഇന്ന തെറ്റ് നീ ചെയ്തില്ലേ. അപ്പോൾ ഇതിനൊക്കെ ഇവൻ അതേ റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, എല്ലാ തെറ്റുകളും ഇയാൾ സമ്മതിക്കും. മാത്രമല്ല, തെറ്റുകൾ സമ്മതിച്ചിട്ട് താൻ നശിക്കുമെന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സത്തർതുഹ അലൈക ഫിദ് ദുനിയ, ആ തെറ്റുകൾ നീ ദുനിയാവിൽ ചെയ്തപ്പോൾ നിന്നെ തൊട്ട് ഞാനത് മറച്ചു. വ അനാ അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ആ തെറ്റുകൾ ഞാൻ ഇതാ നിനക്ക് മാപ്പാക്കുന്നു, പൊറുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യും. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, വിചാരണയുടെ വേദിയിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസനോട് ചോദിക്കുകയാണ്, ഈ തെറ്റ് നീ ചെയ്തില്ലേ. അതൊക്കെ അവൻ അംഗീകരിക്കേണ്ടി വരും. ഞാൻ നശിച്ചത് തന്നെ എന്ന് അവന് ബോധ്യപ്പെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ദുനിയാവിൽ ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ മറച്ചു വെച്ചു, പരസ്യപ്പെടുത്തിയില്ല. ഈ ആഖിറത്തിൽ ഞാനിതാ നിനക്ക് മാപ്പാക്കുന്നു, പൊറുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ അല്ലാഹു തെറ്റുകളെ മറക്കുന്നവനാണ്. നമ്മൾ ചെയ്യുന്ന രഹസ്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, ഇരുളിൻ്റെ മറവിലും പകലിൻ്റെ ഒളിവിലും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എത്രയാണ്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹ്ക്ക് പരസ്യമാക്കിക്കൂടെ, ആളുകളെ അറിയിച്ചൂടെ? പക്ഷേ നമ്മൾ ചെയ്ത പല തെറ്റുകളും ആളുകൾക്ക് അറിയില്ല. കവി പറഞ്ഞില്ലേ, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി. എൻ്റെ ബെഡിൽ ഞാൻ ചെയ്ത വെളിപ്പുകൾ മാലോകർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ കണ്ടുമുട്ടുന്നവർ എന്നോട് സലാം പറയുമായിരുന്നില്ല. അങ്ങനത്തെ തെറ്റുകൾ എനിക്കുണ്ട്. കവി പറയാണ്, എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി. അള്ളാഹു അവൻ്റെ പ്രത്യേകതയാണ്, അവൻ തെറ്റുകൾ മറക്കും.
ദാസന്മാർ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു മറക്കും. അള്ളാഹു പരസ്യമാക്കൂല. കാരണം അള്ളാഹു സിത്തീർ, അള്ളാഹു സത്തീർ, തെറ്റുകളെ മറക്കുന്നവൻ എന്ന പ്രത്യേകത അള്ളാഹുവിനുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പ്രകാരം കാണാം, ലാ യസ്തുറുല്ലാഹു അലാ അബ്ദിൻ ഫിദ് ദുനിയ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ദുനിയാവിൽ ഒരു ദാസന്റെ തെറ്റ് അള്ളാഹു മറച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു ആ ദാസന് പരലോകത്തും മറക്കും. പരലോകത്ത് അവൻ്റെ തെറ്റുകൾ എന്ത് ചെയ്യും? അള്ളാഹു മറക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് സാക്ഷികളുടെയും ഇതര ആളുകളുടെയും മുമ്പിൽ അള്ളാഹു പരസ്യപ്പെടുത്തൂല എന്നുള്ളതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾക്കുള്ള തെറ്റുകളെ മറക്കുന്നവനാണ്. മറക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മാലോകർ അറിയാത്ത വിധം, കാണാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ രഹസ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അസ്സിത്തീർ, അസത്തീർ എന്ന നാമത്തിൻ്റെ ഒരു തേട്ടം. ഇനി അള്ളാഹു സത്തീർ എന്ന് പറഞ്ഞു, അതിൻ്റെ മറ്റൊരു താല്പര്യം, അള്ളാഹു മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യർ തന്നെ പാട്ടാക്കരുത് എന്ന് പറഞ്ഞു. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ അത് മനുഷ്യർ പാട്ടാക്കാൻ പാടില്ല, പരസ്യപ്പെടുത്താൻ പാടില്ല, അത് മറക്കാൻ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല. ചില ഉദാഹരണങ്ങൾ. അബുൽ യസർ കഅബ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം പറയാണ്, ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ നിന്ന് കാരക്ക വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന്. സ്ത്രീ കാരക്ക വാങ്ങാൻ വേണ്ടി വന്ന്. സ്ത്രീ തനിച്ചാണ്. അപ്പം ഞാൻ ആ സ്ത്രീ തനിച്ചായപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, മനുഷ്യ സഹജാണ്. ഇന്ന ഫിൽ ബൈത്തി തംറൻ അത്യബ മിൻ, ഈ വിൽക്കാൻ വെച്ച ഈ കാരക്കയേക്കാൾ നല്ല കാരക്ക പെരൻ്റെ ഉള്ളിലുണ്ട്, വീട്ടിനകത്തുണ്ട്. അങ്ങനെ ആ സ്ത്രീ നല്ല കാരക്ക വീട്ടിനകത്തുണ്ടെന്നാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കയറി. ഫദഖലത് മഅയ ഫിൽ ബൈത്ത്, വീട്ടിലേക്ക് നോക്കാൻ വേണ്ടി കയറിയപ്പോൾ ഫഅഹ്വൈതു ഇലൈഹ ഫഖബ്ബൽതുഹ, ആ സ്ത്രീയിലേക്ക് ഞാൻ കുനിഞ്ഞ് ഞാൻ അവളെ ചുംബിച്ചു. ആ സ്ത്രീയെ ഞാൻ ചുംബിച്ചു പോയി. മനസ്സിലല്ലേ? ഒരു പെണ്ണ് വന്നപ്പോൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാണും ഒരു പെണ്ണിനോട് ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. മൂന്നാമനായിട്ട് അവിടെ ശൈത്താൻ ഉണ്ടാവും. ശൈത്താൻ ഉണ്ടായാൽ എന്താ? ഇതൊക്കെ തന്നെ. ആ പെണ്ണിനെ തനിച്ച് കിട്ടിയപ്പോൾ ഞാൻ അവളെ ചുംബിക്കുകയുണ്ടായി. എന്നിട്ട് അബുൽ യസർ പറയാണ്, ഫഅതൈതു അബൂബക്കർ ഫദക്കർതു ദാലിക ലഹു, ആ തെറ്റ് വന്നു പോയി. ഒരു ചുംബനം നടത്തി, പക്ഷെ അദ്ദേഹത്തിന് ആകെ ടെൻഷനായി. അദ്ദേഹം പറയാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ ഇങ്ങനെ ഒരു തെറ്റിൻ്റെ അടുത്ത് വന്നു പോയി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഉസ്തുർ അലാ നഫ്സിക് എന്നാണ്. എന്താ അത്? പരസ്യപ്പെടുത്തല്ലേ, നീ പാട്ടാക്കല്ലേ, മിണ്ടാതിരിക്ക്. ഉസ്തുർ അലാ നഫ്സിക്, നീ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ ആളുകളോടൊന്നും പറയണ്ട, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. വതുബ്, അള്ളാഹിനോട് തൗബ ചെയ്യ്, പശ്ചാത്തപിക്ക്. വലാ തുഖ്ബിർ അഹദൻ, ആരോടും പറയല്ലേ. കാരണം എന്താ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകളുടെ ചിന്തയിൽ അത് ഉണ്ടാവില്ല. ഒരാളത് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ എന്തായി? അത് ആളുകൾക്കും ഒരു തോന്നലുകളാവും. അതുകൊണ്ട് ആരോടും മിണ്ടല്ലേ, തൗബ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം പറയണം, അബുൽ യസർ പറയാണ്, ഫലം അസ്ബിർ, എനിക്ക് ക്ഷമ കിട്ടുകയല്ല. അങ്ങനെ ഫഅതൈതു ഉമറ, ഞാൻ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. ഫദക്കർതു ദാലിക ലഹു, ഉമറിനോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഉമറും പറഞ്ഞു, ഉസ്തുർ അലാ നഫ്സിക് വതുബ് വലാ തുഖ്ബിർ അഹദൻ, ആരോടും പറയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചതാണ്. നീ ഒറ്റക്കാണ് ആ പെണ്ണിനെ ചുംബിച്ച്, ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ അത് മറച്ചു പിടിക്ക്, ആരോടും പറയല്ലേ, അള്ളാഹിനോട് തൗബ ചെയ്യ് എന്ന് ഉമർ പറഞ്ഞു. അദ്ദേഹം പറയണം, ഫലം അസ്ബിർ, എനിക്ക് ക്ഷമ കിട്ടണില്ല. ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫദക്കർതു ദാലിക ലഹു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് ഞാനത് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി അതിന് അദ്ദേഹത്തോട് അല്പം ചൊടിച്ച് സംസാരിച്ചു. ഹദീസിൽ കാണാം. കാരണം എന്താ? ഒരു സ്ത്രീയെ മോഹന വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ച് എന്നിട്ട് ചുംബിച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു നേരം നമ്ര ശിരസ്കനായിട്ടിരുന്നു, തല താഴ്ത്തിയിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു. എന്താ വഹി?
വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ എന്ന ആയത്ത്. അതാണ് വഹി വന്നത്. എന്താ? വഅഖിമിസ് സ്വലാഹ് തറഫൈൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും നമസ്കാരം യഥാവിധം നിലനിർത്തുക. വസുലഫൻ മിനൽ ലൈൽ, രാത്രിയുടെ ഭാഗത്തും രാത്രിയിലും. അപ്പോൾ രാത്രിയിൽ പകലിൻ്റെ രണ്ടറ്റങ്ങളിൽ 5 വക്ത് നിസ്കാരമാണ്, അത് കൃത്യമാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ സൽപ്രവർത്തികൾ തിന്മകളെ ചെറുപാപങ്ങളെ പോക്കിക്കളയും. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ഉത്ബുദ്ധന്മാർക്ക് ഉത്ബോധനമാകുന്നു ഇത് എന്നർത്ഥം വരുന്ന ആയത്തിറക്കി. അങ്ങനെ അബുൽ യസർ പറയാണ് ഫഅതൈതുഹു ഫഖറഅഹ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വീണ്ടും റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ റസൂലുള്ളാഹി ഈ ആയത്തെ എനിക്ക് ഓതി തന്നു. അപ്പോൾ ഇത് സഹാബത്ത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അലിഹാദ ഖാസത്തൻ അം ലിന്നാസി ആമ്മ, ഇത് അബുൽ യസറിന് മാത്രം ഉള്ള ആയത്താണോ അതല്ല എല്ലാ ജനങ്ങൾക്കും ബാധകമായിട്ടുള്ള ആയത്താണോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ബൽ ലിന്നാസി ആമ്മത്തൻ, എല്ലാ ജനങ്ങൾക്കും പൊതുവിലാണ് ഇതിൻ്റെ വിധി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ അബുൽ യസറിൻ്റെ അടുത്ത് ഒരു വീഴ്ച വന്നു, മനുഷ്യ സഹജം. അദ്ദേഹത്തിന് വലിയ പ്രയാസം, ദുഃഖം, ആ ഒരു ചതിപ്രയോഗവും തെറ്റും അദ്ദേഹം ചെയ്തതിൽ. പക്ഷേ ഈ വിഷയം അബൂബക്കറിനോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഉസ്തുർ അലാ നഫ്സിക് വതുബ്, നീ ആരോടും പറയണ്ട, മറച്ചു പിടിക്കാനാണ് പറഞ്ഞത്. തൗബ ചെയ്യാൻ പറഞ്ഞു, പശ്ചാത്തപിക്കാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ വീണ്ടും ചില ഉപദേശങ്ങൾ. അതെന്താ? നിസ്കാരം കൃത്യമാക്കാൻ പറഞ്ഞ്, സൽപ്രവർത്തികളെ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ്, സൽപ്രവർത്തികൾ തെറ്റുകളെ പോക്കും. ഇവിടെ ദീനിൻ്റെ ഒരു മര്യാദയാണ് നമ്മൾ പഠിക്കുന്നത്. അതെന്താ? തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരാൾ തെറ്റ് വന്നു പോയാൽ അയാൾ അള്ളാഹിനോട് തൗബ ചെയ്യാൻ വേണ്ടത്. അള്ളാഹുവിൻ്റെയും അയാളുടെയും ഇടയിലുള്ള തെറ്റാണ് എങ്കിൽ ആ തെറ്റിനെ പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. അത് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രത്യേകത. അള്ളാഹു ഷറാക്കിയത് കൊണ്ടാണ് അതങ്ങനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ മറക്കുന്നത് ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആകുന്നു. അള്ളാഹു സിത്തീറാകുന്നു, അല്ലെങ്കിൽ അള്ളാഹു സത്തീറാകുന്നു. സെയ്ദ് ബിൻ അസ്ലം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി വ്യഭിചരിച്ചു. ആ വ്യഭിചാര കുറ്റം അയാൾ സമ്മതിച്ചു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അയാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഒരു മുറിഞ്ഞ വടി കൊണ്ടുവന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഈ വടി വേണ്ട, കുറച്ച് വലുത് കൊണ്ടുവരാൻ പറഞ്ഞു, ഇതിനേക്കാൾ വലുത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു വടി കൊണ്ടുവന്ന് ഒരു മരം മുറിച്ചു കൊണ്ടുവന്ന് ഞാൻ, ആ മരത്തും അതിൻ്റെ ഫലം അടക്കമുണ്ട്, പഴം അടക്കമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇത്ര വലിപ്പം വേണ്ട, അതിനേക്കാൾ ചെറുത് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഫഉതിയ ബി സൗത്തിൻ ഖദ് റുകിബ വലാൻ, ചവിട്ടി കയറിയിട്ട് ഒരു പദം വന്ന ഒരു വടി കൊണ്ടുവന്ന്. അങ്ങനെ ഫഅമറ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജുലിദ്, അവിവാഹിതനായിരുന്നു ഈ വ്യഭിചരിച്ച ആൾ. അയാളെ അടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അയാളെ 100 അടി അടിച്ച് ആ വടിയുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ച്. എന്താ പ്രസംഗം? അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ആന ലക്കും അൻ തൻതഹു അലാ ഹുദൂദില്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അതിനെ തൊട്ട് വിരമിക്കുവാനുള്ള സമയമായി. ഇനി അത് ചെയ്യാൻ പാടുള്ളതല്ല. മൻ അസാബ മിൻ ഹാദിഹിൽ ഖാദുറാത്തി ഷൈഅൻ ഫലിയസ്തതിർ ബിസിത്രില്ലാഹ്, ഇത്തരം മ്ലേച്ഛ വൃത്തികൾ വല്ലവരും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു അവന് മറ ഇട്ടിട്ടുണ്ട് എങ്കിൽ അവൻ ആ മറ സ്വീകരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ എന്താ? ഖാദൂറാത്ത് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛ വൃത്തികൾ എന്നാണ്. വ്യഭിചാരം പോലുള്ളതായ തെറ്റുകൾ വല്ലവരും ചെയ്ത് അതാരും കണ്ടിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് അള്ളാഹു അവനെ തൊട്ട് മറച്ചതാ. അള്ളാഹ്ക്ക് അറിയില്ല, ആളുകളെ കൊണ്ടുവന്നിട്ട് ഇത് പരസ്യപ്പെടുത്താനും കാണിക്കാനും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്യപ്പെടുത്തിയിട്ടില്ല, അള്ളാഹു ആളുകളെ അറിയിച്ചിട്ടുമില്ല. ഒരാൾ രഹസ്യമായിട്ടാണ് അത് ചെയ്തത് എങ്കിൽ അത് അള്ളാഹു നൽകിയ മറയാണ്. അതുകൊണ്ട് അവൻ അത് മറക്കട്ടെ, പറയരുത് എന്നർത്ഥം.
അള്ളാഹു നൽകിയ സിത്ർ കൊണ്ട്, മറ കൊണ്ട് അവൻ മറ സ്വീകരിക്കട്ടെ. ഫഇന്നഹു മൻ യുബ്ദി ലനാ സഫഹതഹു നുഖിം അലൈഹി കിതാബല്ലാഹ്. ആരെങ്കിലും അവൻ്റെ തെറ്റ് വിവരം നമുക്ക് വെളിവാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി നാം അവനിൽ നടപ്പിലാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ ശിക്ഷാവിധി? വ്യഭിചരിച്ചവനാണ് എങ്കിൽ 100, വിവാഹിതനാണ് വ്യഭിചരിച്ചെങ്കിൽ 100 അടി, അല്ല എറിഞ്ഞു കൊല്ലൽ. അവിവാഹിതനാണ് എങ്കിൽ 100 അടി. അത് നടപ്പിലാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇരുളിൻ്റെ മറവിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് ഞാനത് ചെയ്തു എന്ന് പറഞ്ഞ് പാടി നടക്കാൻ പാടുള്ളതല്ല, അത് വിരോധിച്ചതാണ്. അതാണ് മാഇസ് ഇബ്നു മാലിക് വരെ വന്നപ്പോൾ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മാഇസ് ഇബ്നു മാലിക് ഗാമിദിയ, ജുമാന അൽ ഗാമിദിയയുമായിട്ട് മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ച് തെറ്റ് ചെയ്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലിരിക്കുമ്പോഴാണ് മാഇസ് വരുന്നത്. യാ റസൂലല്ലാഹ് ഇന്നി സനൈത്, റസൂലെ ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു. ഹദീസിൻ്റെ ലഫ്ദിൽ കാണാം ഫാറദ അൻഹു എന്നാണ്. റസൂൽ അയാൾ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നാണ്, മുഖം തിരിച്ചു. ഫതനഹ തിൽഖാ വജ്ഹിഹി എന്നാണ്. അപ്പോൾ റസൂലിന് മുഖം തിരിച്ചപ്പോൾ ആ ഭാഗത്ത് കൂടി വന്ന് എന്നിട്ട് റസൂലിനോട് പറയുന്നത് യാ റസൂലല്ലാഹ് ഇന്നി സനൈത്. അപ്പോൾ റസൂൽ അങ്ങോട്ട് വീണ്ടും തിരിച്ചു, മുഖം തിരിച്ചു. അപ്പോൾ ആ ഭാഗത്ത് കൂടി വന്നിട്ട് വീണ്ടും പറയണം. 4 പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ചു. ഹദീസിൽ കാണാം ഫലമ്മ ഷഹീദ അലാ നഫ്സിഹി 4 ഷഹാദാത്ത്. 4 പ്രാവശ്യം അയാൾ ഞാൻ വ്യഭിചരിച്ചു എന്നുള്ളത് സ്വയം അംഗീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസിനെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് അബിക ജുനൂൻ, നിനക്ക് ഭ്രാന്തുണ്ടോ? ഖലല, അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പോൾ റസൂൽ ചോദിച്ചു ഫല അഹ്സൻത്, നീ വിവാഹിതനാ? അവന് അതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇദ്ഹബു ബിഹി ഫർജുമു, കൊണ്ടുപോയിട്ട് എറിഞ്ഞു എല്ലാം പറഞ്ഞു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, നിങ്ങൾ ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയല്ല, പിന്നെയോ റസൂലുള്ള മുഖം തിരിക്കുക ചെയ്യണത്. ഈ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് അയച്ച വ്യക്തി ഹസ്സാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. മായിസ് തെറ്റ് ചെയ്തപ്പോൾ ഈ ഹസ്സാലാണ് മായിസിനോട് പറയുന്നത് ഇത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബിറു, റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്നിട്ട് പോയി പറഞ്ഞളാ എൻ്റെ നീ ചെയ്ത തെറ്റിന്ന്, നീ വ്യഭിചരിച്ചത് അള്ളാഹിൻ്റെ റസൂലിനോട് പോയി പറഞ്ഞളാ എന്ന് ഹസ്സാലാണ് മായിസിനോട് പറയുന്നത്. എന്താ റസൂലുള്ളാഹി ഹസ്സാലിനെ പിന്നെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞതെന്നറിയോ? യാ ഹസ്സാൽ അമാ കുൻത സതർതഹു ബിസൗബിക് ലകാന ഖൈറൻ മിമ്മാ സനഅത ബി. ഹസ്സാൽ, അയാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തത് നിന്റെ വസ്ത്രം കൊണ്ട് നീ മറച്ചു പിടിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്തതിനേക്കാൾ അതായിരുന്നു നല്ലത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യർ തെറ്റ് ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ മറക്കാണ് ഉത്തമം, അത് പരസ്യപ്പെടുത്തലല്ല. അത് അള്ളാഹുവും ദാസനും ഇടയിലുള്ള തെറ്റാണെങ്കിൽ, അള്ളാഹുവും ദാസനും ഇടയിലുള്ള തെറ്റാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ സ്വത്തെടുത്ത് ഒരാളെ കൊള്ളയടിച്ച്, അതൊക്കെ എന്താ? പടപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹക്കാണ്. അതേസമയം മദ്യപിക്കുക, വ്യഭിചരിക്കുക തുടങ്ങിയുള്ള തെറ്റുകൾ എന്താ? അത് ഒരാളോടുള്ള അന്യായമല്ല, പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ പാപങ്ങൾ പ്രവർത്തിക്കുകയാണ്. അത്തരം പ്രവൃത്തികൾ അള്ളാഹു മറച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനെ 4 ആളെ കൊണ്ടുവന്നിട്ട് 40 ആളെ കൊണ്ടുവന്നിട്ട് കാണിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. ഒരാൾ സ്വകാര്യതയിൽ ചെയ്ത തെറ്റുകളാണ് എങ്കിൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാണ് ഇവിടെ ദീൻ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ സജീവമായി, അതേപോലെ ഗ്രൂപ്പിസം സജീവമായി, അതേപോലെ തന്നെ രംഗം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരുത്തി വിളിച്ചു പറഞ്ഞാൽ മതി, അത് പിന്നെ അങ്ങാടിപ്പാട്ടായി, പത്രത്തിൽ പരസ്യമായി, വലിയ വാർത്താ സമ്മേളനങ്ങളായി. ഇത് ചർവണം വാർത്തകളിൽ വീണ്ടും തോണ്ടിയിട്ട് പിന്നെ ഇത്തരം കേസുകൾ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദീൻ ഇത്തരം കേസുകൾ മറക്കാനാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സിത്തീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തെറ്റുകൾ മറക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ ദീനിൽ ശറഅക്കിയത്. ഇന്നല്ലദീന അൻ തശിഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ.
ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു, സത്യവിശ്വാസികളിൽ നീചവൃത്തി പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ഇഹത്തിലും പരത്തിലും നോവേറ്റുന്ന ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുന്നറിയിപ്പ്. അപ്പോൾ നീചവൃത്തികൾ അത് വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നത്, പരസ്യമാകുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അത് വിശ്വാസികൾക്കിടയിൽ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രചരിപ്പിക്കുന്നവർക്ക് നല്ല, പിന്നെ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഹത്തിലും പരത്തിലും നോവേറ്റുന്ന ശിക്ഷ എന്നാണ് നമുക്ക് നൽകിയിട്ടുള്ളതായ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ദീനുൽ ഇസ്ലാമിൽ. അള്ളാഹു അസിത്തീർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ നഗ്നതകൾ, കുറവുകൾ, പോരായ്മകൾ അത് മൂടിവെക്കുകയും അത് ചികയഞ്ഞ് അന്വേഷിക്കാതിരിക്കുകയും പരസ്യപ്പെടുത്താതിരിക്കുകയും ചെയ്യണം. ഒരാളുടെയും കുറവ് അന്വേഷിച്ച് നടക്കാൻ പാടില്ല, ന്യൂനതകൾ പരതാൻ പാടുള്ളതല്ല, പോരായ്മകൾ അത് അങ്ങാടിപ്പാട്ടാക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതി വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ ഒരാൾ മറച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ രഹസ്യം, ഒരാളുടെ കുറവ്, പോരായ്മ അത് മറ്റുള്ളവരോട് ഓതിക്കൊടുക്കാതെ അതിനെ രഹസ്യമാക്കിയിട്ടുണ്ടെങ്കിൽ സത്തറഹുല്ലാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറയേകും എന്നാണ്. പടച്ചോൻ്റെ കോടതിയിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ നമുക്ക് കുറേ കുറവുകളും പോരായ്മകളും പലതുമുണ്ട്. അത് അല്ലാഹു നമ്മളെ തൊട്ട് മറക്കണമെങ്കിൽ നമ്മൾ ആളുകളുടെ കുറവുകളും പോരായ്മകളും നമ്മൾ മറച്ചു പിടിക്കണം, നമ്മളത് പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല. ഒരു ഹദീസിൽ കാണാം, ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഒരു ദാസൻ മറ്റൊരു ദാസനെ ഇഹലോകത്ത് മറച്ചിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ന്യൂനതകൾ, കുറവുകൾ അങ്ങാടിപ്പാട്ടാക്കാതെ ഓൻ അത് ചെയ്തു, ഓൻ ഇത് ചെയ്തു, ഓൻ അങ്ങനത്തവനാണ്, ഓൻ ഇങ്ങനത്തവനാണ്, ഇങ്ങനെയാണല്ലോ പലരും. ആ സ്വഭാവം ഒരാൾക്കില്ല എങ്കിൽ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അത്തരം മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറയേകും എന്നാണ്. വിചാരണയുടെ വേദി എന്ന് പറഞ്ഞാൽ രംഗം വളരെ ഗൗരവപ്പെട്ട വേദിയാണ്. നബിമാരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ട് ഇതര സാക്ഷികളൊക്കെ ഹാജരാക്കിയിട്ട് അവരുടെ സമക്ഷത്തിൽ മാതാപിതാക്കളുണ്ടാവും, മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, ഭാര്യൻ്റെ ബന്ധുക്കളുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അവരുടെ മുമ്പിൽ ആ വിചാരണ, നമ്മുടെ ന്യൂനതകൾ, കുറവുകൾ, തെറ്റുകൾ വലിച്ചിട്ടാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അത് അല്ലാഹു മറക്കണമെങ്കിൽ നമ്മൾ അടിയാറുകളുടെ കുറവുകളും പോരായ്മകളും മറക്കണം എന്നുള്ളതാണ്. അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നവനാണ്, സിത്തീറാണ്. ആ സിത്തീറായ അള്ളാഹുവിൻ്റെ മത നിയമങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തഹസ്സസു. എന്താ വലാ തഹസ്സസു എന്ന് പറഞ്ഞാൽ? നിങ്ങൾ തെറ്റുകളെ രഹസ്യമായിട്ട് അന്വേഷിക്കരുത് എന്നാണ്. ആരാൻ്റെ തെറ്റുകൾ രഹസ്യമായിട്ട് അന്വേഷിക്കരുത്, ചികഞ്ഞന്വേഷിക്കരുത് എന്നാണ്. അത് ദീനിൽ വിലക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഓനത് ചെയ്തോ അതന്വേഷിച്ച് നടക്കുക, ഓനത് എവിടെ വെച്ചാൽ ചെയ്തത് അതന്വേഷിച്ച് നടക്കുക, ഓനായിട്ട് ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ് ഓല അന്വേഷിച്ച് നടക്കുക, എന്നിട്ട് ഓൻ്റെത് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് വലാ തഹസ്സസു, നിങ്ങൾക്ക് ആ ഏർപ്പാട് പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ തൊട്ട് വിലക്കുകയാണ്. എന്താ തിരുനബിയുടെ മുന്നറിയിപ്പ്? യാ മഅ്ശറ മൻ ആമന ലിസാനുഹു വലം യദ്ഖുലിൽ ഈമാന ഖൽബഹു വലാ തഗ്താബുൽ മുസ്ലിമീൻ വലാ തത്തബിഉ ഔറാതിഹിം. നാവുകൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ കൽബിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് പരദൂഷണം പറയരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ഔറത്തുകൾ നിങ്ങൾ അന്വേഷിക്കരുത്. ഔറത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവർ കാണാൻ പാടില്ലാത്തതാണ്. മറ്റുള്ളവർ കാണാൻ പാടില്ലാത്ത ഒരു മനുഷ്യൻ്റെ സീക്രട്ട്, രഹസ്യങ്ങൾ, അയാളുടെ തെറ്റുകളായിരിക്കും, അല്ലെങ്കിൽ ഇതര കുറവുകളായിരിക്കും. ആ കുറവുകളെ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. ഫഇന്നഹു മൻ ഇത്തബഅ ഔറാതിഹിം, മുസ്ലിമീങ്ങളുടെ ഔറത്തുകൾ അന്വേഷിച്ച് നടക്കുന്നവർ എന്താ? യത്തബിഉല്ലാഹു ഔറതഹു, അവൻ്റെ ഔറത്ത് അള്ളാഹു അന്വേഷിക്കും, അവൻ്റെ കുറവുകൾ അള്ളാഹു പിന്തുടരും. വമൻ യത്തബിഉല്ലാഹു ഔറതഹു, വല്ലവരുടെയും കുറവിനെ അള്ളാഹു
പിന്തുടർന്നാൽ യഫ്ദഹു ഫി ബൈതിഹി, അവൻ്റെ വീട്ടിൽ വെച്ച് അള്ളാഹു അവനെ വഷളാക്കുന്നതാണ്, അവൻ്റെ കുടുംബത്തിൽ വെച്ച് അള്ളാഹു അവനെ വഷളാക്കും. ഇതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. മറ്റൊരു റിവായത്തിൽ ലാ തുഉദു ഇബാദല്ലാഹ് വലാ തുഅയ്യിറുഹും, അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്. വലാ തത്ലബു ഔറാത്തിഹിം, അവരുടെ ഔറത്തുകളെ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. ഔറത്തുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, അവരുടെ കുറവുകൾ, പോരായ്മകൾ, മറ്റുള്ളവർ അറിയാതിരിക്കാൻ മറച്ചു പിടിക്കുന്ന കാര്യങ്ങൾ, ഇതിനെ നിങ്ങൾ അന്വേഷിക്കരുത്. ഫഇന്നഹു മൻ തലബ ഔറത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരൻ്റെ ഔറത്തിനെ വല്ലവരും അന്വേഷിച്ചാൽ തലബല്ലാഹു ഔറതഹു, അവൻ്റെ ഔറത്തിനെ അള്ളാഹു അന്വേഷിക്കും. ഹത്താ യഫ്ദഹു ഫി ബൈതിഹി, എന്നിട്ട് സ്വകുടുംബത്തിൽ അത്തരം മനുഷ്യന്മാരെ അള്ളാഹു വഷളാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അള്ളാഹു അസത്തീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് മറക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതിൽപ്പെട്ടതാണ് ഒരാളുടെയും ന്യൂനതകൾ, കുറവുകൾ, അത് നമ്മൾ മറക്കണം. അത് നമ്മൾ മാന്തി പുറത്തിടാൻ പാടുള്ളതല്ല, അത് നമ്മൾ പരസ്യപ്പെടുത്താനും പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇതേപോലെ തെറ്റുകുറ്റങ്ങൾ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ, എൻ്റെ ഉമ്മത്തികളിലെല്ലാവരും മുആഫ, വിട്ടുവീഴ്ച നൽകപ്പെടുന്നവരും അതേപോലെ തന്നെ ആഫിയത്ത് നൽകപ്പെടുന്നവരാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾ ഒഴിച്ച്. എന്താ മുജാഹിരീൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? വഇന്ന മിനൽ മജാനത്തി അൻ യഅമല അർ-റജുലു ബില്ലൈലി അമലൻ സുമ്മ യുസ്ബിഹ വഖദ് സതറഹുല്ലാഹ് ഫയഖൂൽ യാ ഫുലാൻ അമിൽതു അൽ-ബാരിഹത കദാ വകദാ വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹ് അൻഹു. രാത്രിയുടെ മറവിൽ തെറ്റ് ചെയ്തു, നേരം പുലരുമ്പോഴും അള്ളാഹു ആ തെറ്റിനെ മറച്ചിട്ടുണ്ട്, പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നേരം വെളുത്തപ്പോൾ ഈ മനുഷ്യനെന്താ ചെയ്യുന്നതെന്നറിയോ? യാ ഫുലാൻ, അവൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറയാണ്, അമിൽത്തുൽ ബാരിഹ കദാ വകദാ, ഇന്നലെ രാത്രി ഞാൻ ഇന്ന തെറ്റ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു, രാത്രി അവൻ ആ തെറ്റ് ചെയ്തപ്പോൾ അവൻ്റെ തെറ്റിനെ അള്ളാഹു മറച്ചു പിടിച്ചു. വയുസ്ബിഹു, അവൻ നേരം പുലർന്നപ്പോൾ യക്ഷിഫു സിത്രല്ലാഹി അൻഹു, അള്ളാഹു അവനെ തൊട്ട് മറച്ച തെറ്റെന്താണോ, അവൻ്റെ തെറ്റെന്താ, അത് അവന് പരസ്യപ്പെടുത്താണ്. ഇതാണ് മുജാഹിർ. ഇത്തരം മുജാഹിർ അള്ളാഹുവിൽ നിന്നുള്ള ആഫിയത്ത്, സൗഖ്യം, അത് അരുളപ്പെടുന്നവനല്ല എന്നാണ് ഇവിടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഒരിക്കൽ റസൂലുള്ള പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ ആണുങ്ങളെ നോക്കിയിട്ട് റസൂലുള്ള പറയാണ്, ഹൽ മിൻകുമുർ റജുലു ഇദാ അതാ അഹ്ലഹു ഫഅഗ്ലഖ അലൈഹി ബാബഹു വഅൽഖ അലൈഹി സിത്രഹു വസ്തതർ ബിസിത്രില്ലാഹ് ഖാലു നഅം. അതായത് നിങ്ങളിൽ ഒരാൾ ഭാര്യനോടൊപ്പം അറയിൽ കൂടി, എന്നിട്ട് കതകടച്ചു, വിരികൾ തൂക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മറ സ്വീകരിച്ചു. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. ഇത് റസൂലുള്ള ഒരു വിഷയം അവതരിപ്പിക്കാൻ വളരെ സുന്ദരമായിട്ടുള്ള അവതരണ. ഭാര്യനോടത്തെ അറയിൽ കൂടി കതകടച്ച് വിരികൾ താഴ്ത്തി അള്ളാഹു നിശ്ചയിച്ച മറയൊക്കെ സ്വീകരിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള ചോദിക്കുകയാണ്, സുമ്മ യജ്ലിസു ബഅദ ദാലിക ഫയഖൂലു ഫഅൽതു കദാ. എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം ആൾക്കൂട്ടത്തിൽ ഇരുന്നിട്ട് ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയുന്നവരുണ്ടോ? അതായത് ഭാര്യനായിട്ട് വീട് കൂടിയിട്ടുണ്ട് എങ്കിൽ വിരികൾ താഴ്ത്തി പുതച്ച് എന്താ ചെയ്യണത്? എന്നിട്ട് പിന്നെ മാലോകരോട്, ആളുകളോട്, സുഹൃത്തുക്കളോട് ഞാൻ ഇന്നതൊക്കെ ചെയ്ത് എന്ന് പറയുന്നവരുണ്ടോ എന്നാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. ഇത് ചോദിച്ചപ്പോൾ ഫസക്കത്തു, എല്ലാവരും മിണ്ടാതിരുന്നു. ഫഅഖ്ബല അലന്നിസ, എന്നിട്ട് അപ്പോൾ റസൂലുള്ള സ്ത്രീ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, ഹൽ മിൻകുന്ന മൻ തുഹദ്ദിസു, പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ പറയുന്ന ആളുകളുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരെന്തൊക്കെ ചെയ്യും അറയിൽ വെച്ച്, അതൊക്കെ സുഹൃത്തുക്കളോട് മറ്റൊക്കെ വിളിച്ച് പറയണവരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്ത്? മൗനം ഭജിച്ച്, ആരും മിണ്ടണില്ല.
ഹദീസിൽ കാണാം, ഫജസത് ഫതാത്തുൻ കാബുൻ അല ഇഹ്ദാ റുക്ബതൈഹ. അപ്പോൾ ഏകദേശം ഒരു പ്രായപൂർത്തി എത്തിയ ഒരു പെണ്ണ്, അവൾ ഇങ്ങനെ മുട്ടുകുത്തി, ഒരു ഒറ്റക്കാൽമ മുട്ടുകുത്തി നിന്ന്. വതതാവലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലിയറാഹ, റസൂൽ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ എത്തി നോക്കിയത്. ഇങ്ങനെ നീളം കാൽ ഇങ്ങനെ ഇരിക്കണോടത്ത് എന്ത് ചെയ്ത്, രണ്ട് മുട്ടിലുണ്ടല്ലോ നിന്ന്, എന്നിട്ട് ഒരു മുട്ടിൽ അവളിങ്ങനെ ഒന്നുകൂടി ഊന്ന് നിന്ന് റസൂലുള്ള അവരെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? ആ സ്ത്രീ പറയണ, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നഹും ലയതഹദ്ദസൂൻ വ ഇന്നഹുന്ന ലയതഹദ്ദസ്ന. ഈ ആണുങ്ങളും ഇതൊക്കെ പറയാറുണ്ട്, ഈ പെണ്ണുങ്ങളും ഇതൊക്കെ പറയാറുണ്ട്. ഇപ്പം മിണ്ടുന്നില്ലാത്ത കാര്യമല്ല, ആണുങ്ങൾ ഇത് പറയാറുണ്ട്, പെണ്ണുങ്ങൾ ഇത് പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കേട്ട് എന്താ ഇപ്പോൾ പറഞ്ഞത്? അറയിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ രഹസ്യങ്ങൾ തലയിണ മന്ത്രങ്ങളായി, രതി ക്രീഡകൾ ചേഷ്ടകളായി പലതുമില്ലേ, അതൊക്കെ മറ്റവരോട് പറയാറുണ്ടോ എന്നുള്ളതാണ്. ചിലർ എണ്ണം വെണ്ണൊക്കെ പറയും, ഒരു ഉളുപ്പില്ലാത്ത കൗമ്, അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ പെണ്ണ്, ആണുങ്ങളും പറയാറുണ്ട് പെണ്ണുങ്ങളും ഇതൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാണ്, ഹൽ തദ്റൂൻ മാ മസലു ദാലിക്, നിങ്ങൾക്കറിയോ എന്താ ഈ പറയുന്നതിൻ്റെ ഒക്കെ ഉദാഹരണം? ഇങ്ങനെ പറയുന്നവരുടെ ഉദാഹരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്നമാ മസലു ദാലിക മസലു ശൈത്താനത്തിൻ ലഖിയത് ശൈത്താനൻ ഫി സിക്ക ഫഖള മിൻഹാ ഹാജതഹു വന്നാസു യൻദുറൂന ഇലൈഹി. ഇങ്ങനെ പറയുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും ഉദാഹരണം, ഒരു ആൺ പിശാചിനെ ഒരു പെൺ പിശാച് കണ്ടു. എവിടെ? വഴിവക്കിൽ ഒരാൺ പിശാച് പെൺ പിശാചിനെ കണ്ടു, അല്ലെങ്കിൽ പെൺ പിശാച് ആൺ പിശാചിനെ കണ്ടു. അങ്ങനെ ഫഖള മിൻഹ ഹാജതഹു വന്നാസു യൻദുറൂന ഇലൈഹി, ജനങ്ങൾ നോക്കിക്കാണെ ആൺ പിശാച് പെൺ പിശാചിനെ പ്രാപിച്ചു, ലൈംഗികമായിട്ട് പ്രാപിച്ചു. ഇതാണ് അത്തരക്കാരുടെ ഉദാഹരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാരുടെ സ്വകാര്യതകൾ മറ്റുള്ളവരോട് പറയുന്നതിൽ ലജ്ജയില്ലാത്തവർക്കുള്ള ഉദാഹരണം ഇതാണ്. ഷെയ്ത്താനെയും ആൺപിശാചും പെൺപിശാചും ആളുകൾ നോക്കിക്കാണവേ പരസ്പരം ബന്ധപ്പെടുന്ന ആ രംഗം, അതാണ് അവർക്കുള്ള ഉദാഹരണവും ഉപമ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. എന്താ വേണ്ടത്? സ്വകാര്യതകളാക്കണം, മറക്കേണ്ടത് മറക്കണം. ഇത് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവാണ് ഈ നമുക്കുള്ള നിയമങ്ങളെ അവതരിപ്പിച്ച നിയാമകൻ. ആ നിയാമകൻ്റെ തീരുമാനമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്തീർ എന്ന് പറയുമ്പോൾ മറ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത്തരം രഹസ്യങ്ങൾ, സ്വകാര്യതകൾ അത് പരസ്യപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന് അവൻ്റെ നിയമനിർദ്ദേശമാണ്. സച്ചരിതരായ ചിലരുടെ ചരിത്രങ്ങളിൽ കാണാം, ഒരാൾ തൻ്റെ ഭാര്യനെ മൊഴി ചൊല്ലാൻ ഉദ്ദേശിച്ച്, അപ്പോൾ അയാളോട് ചോദിച്ച്, എന്തിനാണ് നിങ്ങൾ അവളെ മൊഴി ചൊല്ലണത് എന്ന് ചോദിച്ചു. മറ്റുള്ളവർ ചോദിച്ചു, എന്തിനാണ് മൊഴി ചൊല്ലണത്? അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? അൽ ആഖിൽ ലാ യഹ്തികു സിത്ര ഇംറഅതിഹി, ഒരിക്കലും ഒരു ബുദ്ധിമാൻ തൻ്റെ ഭാര്യയുടെ രഹസ്യം അത് പിച്ചി ചീന്തൂല, പരസ്യപ്പെടുത്തൂല എന്നാ പറഞ്ഞത്. കാരണം അത് അയാൾ മൊഴി ചൊല്ലാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് അവളെ തൊലാക്കല്ലെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഭാര്യ തന്നെയാണ് അപ്പോഴും. അപ്പോൾ ബുദ്ധിമാൻ ഒരിക്കലും തൻ്റെ ഭാര്യൻ്റെ രഹസ്യം അത് പരസ്യമാക്കൂല എന്ന് പറഞ്ഞ് അയാൾ തലാക്ക് ചൊല്ലി. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, ലിമ തല്ലഖ്ത, എന്തിനാ ഞങ്ങൾ തലാക്ക് ചൊല്ലിയത്? അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ഫഖാല മാലി വലിംറഅത്തിൻ ഗൈരി, ഒരു അന്യ പെണ്ണാണ്, ആ അന്യ പെണ്ണിൻ്റെ രഹസ്യം ഞാൻ എന്തിനാണ് പരസ്യപ്പെടുത്തുന്നത്? തലാക്കിയല്ലേ, പിന്നെ അന്യ പെണ്ണായില്ലേ, ഒരന്യൻ്റെ രഹസ്യം എന്തിനാണ് ഞാൻ പരസ്യപ്പെടുത്തുന്നത്? തലാക്ക് ചെല്ലണീന് മുമ്പ് എൻ്റെ ഭാര്യയാണ്, എന്തിനാണ് ആ ഭാര്യൻ്റെ രഹസ്യം ഞാൻ പരസ്യമാക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. ഇതൊക്കെ എന്തിനാ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതായ നിയമനിർദ്ദേശങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ അത് ഉൾക്കൊണ്ടത് കൊണ്ടാണ്. ഇത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സിത്തീറാണ്. അള്ളാഹു സിത്ർ ഇഷ്ടപ്പെടുന്നു, മറ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു മറയേകുന്ന മറ്റൊരു കൂട്ടരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഹബ്ബുന്നാസ് ഇലല്ലാഹ്
അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനവിഭാഗത്തെ റസൂൽ തന്നെയാണ്. അതിലൊരാൾ വമൻ കഫ ഗളബഹു സതറല്ലാഹു ഔറതഹു. മൻ കഫ ഗളബഹു, ഒരാൾ തൻ്റെ കോപം ഒതുക്കിയാൽ, ദേഷ്യം ഒതുക്കിയാൽ, സതറല്ലാഹു ഔറതഹു, അവൻ്റെ ഔറത്ത്, നഗ്നത അള്ളാഹു മറക്കുമെന്നാണ്. അപ്പോൾ ദേഷ്യം അടക്കുന്നവൻ്റെ, ദേഷ്യം പിടിച്ചു നിർത്തുന്നവൻ്റെ ഔറത്തിനെ അള്ളാഹു മറക്കുന്നതാണ്. ഔറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്വകാര്യതകൾ, മറ്റുള്ളവർ കാണാൻ അവൻ അറക്കുന്ന അവൻ്റെ തെറ്റുകുറ്റങ്ങൾ, അവൻ്റെ പോരായ്മകൾ, അതിനെ അള്ളാഹു മറക്കുന്നതാണ്. എവിടെ മറക്കും? ദുനിയാവിലും മറക്കും, ആഖിറത്തിലും മറക്കും. എന്താ വേണ്ടത്? ദേഷ്യം അടക്കണം, ദേഷ്യം ഒതുക്കണം എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയ സഹിഹായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ കോപം ഒതുക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള സിത്ർ ലഭിക്കാൻ കരണീയാണ്. ചിലർക്കുണ്ടല്ലോ, മൂക്കിൻ്റെ തുഞ്ചത്തായിരിക്കും ദേഷ്യം, കോപിച്ചാൽ തെറിക്കണ മൂക്കായിരിക്കും അവൻ്റെ എല്ലാം. അത് വളരെ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധവേളയിൽ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾക്ക് കൂടുതൽ പരിഗണന നൽകി. അൽ അഖ്റ ഇബ്നു ഹാബിസ് എന്ന വ്യക്തിക്ക് 100 ഒട്ടകം കൊടുത്തു. ഹുനൈൻ യുദ്ധത്തിൽ 100 ഒട്ടകം. അതേപോലെ ഉയൈന എന്ന് പറയുന്ന വ്യക്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകം കൊടുത്തു. മറ്റു ചിലർക്കൊക്കെ കൊടുത്ത് പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരാണ്. അപ്പോൾ അവർക്കൊരു സഹായം എന്നുള്ള നിലക്കും അവരെ ഒന്ന് പിടിച്ചു നിർത്താനൊക്കെ ഉപകരിക്കും എന്ന നിലക്കാണ് ആ പരിഗണന. അപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റിട്ട് പറയാണ്, മാ ഉരീദ ബിഹാദിഹിൽ ഖിസ്മത്തി വജ്ഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതിയിൽ ഇത് ഓഹരി വെച്ചതിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചിട്ടില്ല ഒരിക്കലും എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് അയാൾ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട വ്യക്തി റസൂലുള്ളാഹിനോട് ചെന്നിട്ട് പറഞ്ഞ്, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അത് മതിയില്ലേ, ഒരാൾ ഇന്നൊക്കെ ആണെങ്കിൽ ഒരാൾ പൊട്ടിത്തെറിക്കാൻ അത് മതി. പക്ഷേ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? റഹിമല്ലാഹു മൂസ ഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബർ. റഹിമല്ലാഹു മൂസ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. ഖദ് ഊദിയ അക്സറ മിൻ ഹാദാ, ഇതിനേക്കാൾ പറഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഫസബർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ വർത്തമാനത്തിൽ ക്ഷമിക്കുകയുണ്ടായതാണ്. ദേഷ്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുക്കുകയുണ്ടായി എന്നുള്ളതാണ്. അത് അനിവാര്യമാണ്. എന്തിന്? അള്ളാഹുവിൻ്റെ സിത്ർ, മറ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അതെല്ലാവർക്കും കിട്ടൂല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുസ്തി പിടിക്കണ ഒരാൾക്കൂട്ടത്തിലൂടെ നടന്നു പോവുക. ഒരു ഭാഗം ഇങ്ങനെ ഗുസ്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കണത്? അപ്പോൾ പറഞ്ഞ്, ഫുലാനു സരിയ ലാ യുൻതദബു ലഹു അഹദുൻ ഇല്ലാ സറഅഹു. ഇന്ന വ്യക്തി ഭയങ്കര ഗുസ്തിക്കാരനാണ്, ആരും മൂപ്പരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല, എല്ലാവരും മൂപ്പര് നിലംപരിശാക്കും, അങ്ങനത്തെ ഗുസ്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം അയാളോട്, സഹാബത്തിനോട്, അല അദുല്ലുക്കും അലാ മൻ ഹുവ അശദ്ദു മിൻഹു, ആ ഗുസ്തിക്കാരനേക്കാൾ, മല്ലനേക്കാൾ മല്ലനായ ആളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, റജുലുൻ ബലമഹു റജുലുൻ, ഒരു വ്യക്തി അയാളെ മറ്റൊരു വ്യക്തി ദ്രോഹിച്ചു, ആക്രമിച്ചു. ഫഖളമ ഗൈബഹു ഫഗലബഹു വഗലബ ശൈത്താനഹു വഗലബ ശൈത്താന സാഹിബിഹി എന്നാണ്. ആരാ ഏറ്റവും നല്ല ശക്തൻ, മല്ലൻ, മെയ്യൂക്കുള്ളവൻ? ഒരു വ്യക്തി അയാളെ വേറൊരാൾ ആക്രമിച്ചു. ആക്രമിച്ചപ്പോൾ ഇയാളുടെ കോപം ഇളകി, ദേഷ്യം ഇളകി. പക്ഷേ ഫഖളമ ഗൈബഹു, കോപം അടക്കി പിടിച്ചു. ഫഗലബഹു, ആ കോപത്തെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ ശരിക്കും ക്ഷമിച്ചു, അയാളുടെ ദേഷ്യം ഒതുക്കി. വഗലബ ശൈത്താനഹു, കോപം ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശൈത്താനാണ്, ആ ശൈത്താനെയും തോൽപ്പിച്ചു. വ ശൈത്താന സാഹിബിഹി, ഇയാൾ ആക്രമിച്ചവൻ്റെ ശൈത്താൻ ഉണ്ടല്ലോ, ആക്രമിക്കാൻ പ്രേരണയേകിയ ശൈത്താൻ, ആ കൂട്ടുകാരൻ്റെ ശൈത്താനെയും ഇയാൾ തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഏറ്റവും മല്ലൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പം കോപം അടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കോപം അടക്കുന്നവന് അള്ളാഹു സിത്രേകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മറയേകും. അപ്പോൾ അള്ളാഹു
അസിത്തീർ, മറ ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആകുന്നു, മറയേകുന്ന അള്ളാഹു ആകുന്നു. അള്ളാഹു മറയേകുന്നവരിൽ ചിലരെ കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു മറയെ ഇഷ്ടപ്പെടുന്നത് കാരണത്താലാണ് നമ്മളോട് മറക്കാൻ പറഞ്ഞത്. ആണിനോട് ഔറത്ത് മറക്കാൻ പറഞ്ഞു, പെണ്ണിനോട് ഔറത്ത് മറക്കാൻ പറഞ്ഞു. ഇഹ്ഫദ് ഔറതക് ഇല്ലാ മിൻ സൗജതിക് ഔ മാ മലകത് യമീനുക്. നീ നിൻ്റെ ഔറത്ത് മറക്ക്. ഔറത്ത് അത് ഭാര്യൻ്റെ മുമ്പിലും അതേപോലെ നമ്മുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളായിട്ടുള്ള ഇണകളുടെ മുമ്പിലേ നമുക്ക് വെളിവാക്കാൻ അവസരമുള്ളൂ, അനുവാദമുള്ളൂ. ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ നമ്മുടെ ഔറത്ത് മറക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരാണ്. ആണിൻ്റെ ഔറത്ത് മറക്കണം, പെണ്ണിൻ്റെയും ഔറത്ത് മറക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഹജ്ജിൽ റസൂലുള്ള മുസ്ദലിഫയിൽ നിന്ന് ജംറയിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് ദുൽഹജ്ജ് 10 പോവുകയാണ്. അപ്പോൾ ഫദ്ൽ ബിൻ അബ്ബാസ് ബാക്കിലുണ്ട്. റസൂലുള്ളാഹിൻ്റെ വാഹനത്തിൻ്റെ ബാക്കിൽ ഫദ്ൽ ബിൻ അബ്ബാസ് ഇരിക്കുന്നുണ്ട്. ഫദ്ൽ ബിൻ അബ്ബാസ് യുവാവാണ്. അപ്പോൾ ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് റസൂലുള്ളാഹിനോട് മസല ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു, ഫത്വ ചോദിക്കാൻ വേണ്ടി വന്നു. ഹജ്ജിൽ ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു, ഒരു പെണ്ണ് വന്നു. അപ്പോൾ റസൂലുള്ളാഹിനോട് ആ സ്ത്രീ ഫത്വ ചോദിക്കുകയാണ്. അപ്പോൾ ഫദ്ൽ ബാക്കിലാണ്. അപ്പോൾ ഹദീസിൽ കാണാം ഫഅഖദൽ ഫദ്ലു യൻദുറു ഇലൈഹാ വഹിയ തൻദുറു ഇലൈഹി. ഫദ്ൽ ആ പെണ്ണിനെ നോക്കുന്നുണ്ട്, ആ പെണ്ണ് ഫദ്ലിനെ നോക്കുന്നുണ്ട്. റസൂലുള്ളാഹിനോട് മസല ചോദിക്കണമെങ്കിൽ മനുഷ്യ സഹജമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? റസൂലുള്ള ഫദ്ലിൻ്റെ തല പിടിച്ചെടുത്ത് തിരിച്ച്, ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കണതിന് തൊട്ട് റസൂലുള്ള എന്ത് ചെയ്ത് മുഖം തിരിച്ച്. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ട് പെണ്ണിനെ നോക്കാൻ പാടില്ല, പെണ്ണാണിന് നോക്കാൻ പാടില്ലതല്ല, ദൃഷ്ടി താഴ്ത്താനാണ് പറഞ്ഞത്. അപ്പോൾ അത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞത്. അലിയാരോട് പറഞ്ഞു, ലാ തുത്ബിഇൻ നദ്റതൻ നബ്റ ഫഇന്ന ലക്കൽ ഊല വലൈസത് ലക്കൽ ആഖിറ. തുടർച്ചയായിട്ട് നോക്കരുത്, ഒരു നോട്ടം അത് നിനക്കുള്ളതാണ്, അടുത്തത് നിനക്കുള്ളതല്ല. കാരണം എന്താ? അന്യര് സ്ത്രീകൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഔറത്താണ്. അതുകൊണ്ട് തന്നെ ദൃഷ്ടി താഴ്ത്താൻ ആണിനോടും കൽപ്പിച്ച്, പെണ്ണുങ്ങളെ തൊട്ട് നോക്കുന്നതിനെ തൊട്ട് ദൃഷ്ടി താഴ്ത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളോടും കൽപ്പിച്ച്. അപ്പോൾ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്സിത്തീർ, മറ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിയമങ്ങൾ, അതേപോലെ മതവിധികൾ, അദബുകൾ, ഇതൊക്കെ അവൻ്റെ ശറയിൽ, പരിശുദ്ധമായ പാവനമായ ഈ ശറയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മറയുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് മറ തേടിക്കൊണ്ടുള്ള ഒരു ദുആ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദഉ ഹഉലായി ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്. റസൂലുള്ളാഹി എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു ദുആ ഉണ്ട് എന്നാണ്. ഒരിക്കലും റസൂലുള്ളാഹി ഒഴിവാക്കാത്തൊരു ദുആ ഉണ്ട്. ആ ദുആ പ്രഭാത പ്രദോഷങ്ങളിൽ നിത്യമാക്കാനുള്ള ദുആകളിൽ പെട്ടതാണ്. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുമ്മ ഇഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിക അല്ലാഹുമ്മ അൻ ഉഗ്താല മിൻ തഹ്തി. ഇതാണ് ദുആ. ഇതിൽ അള്ളാഹുവിനോട് നമ്മളുടെ ഔറത്ത് മറക്കാൻ വേണ്ടിയിട്ട് തേടുക എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും നമ്മൾ നിർവഹിക്കേണ്ട ദുആയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹുവേ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞാൻ നിന്നോട് ആഫിയത്ത് തേടുന്നു, സൗഖ്യം തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അള്ളാഹുവേ, എൻ്റെ ദീനിൽ, എൻ്റെ ദുനിയാവിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമ്പത്തിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, വീഴ്ചകളിൽ പൊറുക്കലിനെ തേടുന്നു. ഞാൻ നിന്നോട് ആഫിയത്ത്, സൗഖ്യം തേടുന്നു. അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി. അള്ളാഹുവേ, നീ എൻ്റെ ഔറത്തുകളെ മറക്കണമേ. കണ്ടോ, അതാണ് നമ്മുടെ വിഷയം. അള്ളാഹു അസ്സിത്തീർ എന്നാണ്, സത്തീർ എന്നാണ്. അള്ളാഹു മറ ഇഷ്ടപ്പെടുന്നവനും മറക്കുന്നവനുമാണ്. അതുകൊണ്ട് അള്ളാഹിനോടുള്ള തേട്ടാണ് അല്ലാഹുമ്മ അസ്തുർ ഔറാത്തി. അള്ളാഹുവേ, നീ എൻ്റെ ഔറത്തുകളെ മറക്കണമേ.
നമുക്ക് കുറേ പോരായ്മകളുണ്ട്, നമുക്ക് കുറേ കുറവുകളുണ്ട്, നമുക്ക് കുറേ തെറ്റുകളുണ്ട്. അതൊക്കെ അള്ളാഹു മറക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ അള്ളാഹു മാലോകരിൽ നിന്ന് അത് മറക്കേണ്ടതുണ്ട്. നമ്മുടെ തെറ്റുകൾ അത് മുഴുവൻ പരസ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു വേള നമ്മുടെ ജനാസ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. ആർക്കാണ് ഒന്നുമില്ല എന്ന് നിഗളിക്കാൻ കഴിയുക? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു അത് മറക്കേണ്ടതുണ്ട്. ആഖിറത്തിൽ വിചാരണയുടെ വേദിയിൽ അള്ളാഹു മറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ള തേട്ടാണ് അള്ളാഹു മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. എൻ്റെ ഭീതി, ഭയപ്പാട്, അതിൽ നീ എനിക്ക് നിർഭയത്വം നൽകണമേ. പിന്നെ അല്ലാഹുമ്മ ഹഫ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി. അള്ളാഹുവേ, എന്നെ നീ സംരക്ഷിക്കണമേ. എൻ്റെ മുന്നിലൂടെ, എൻ്റെ പിന്നിലൂടെ, എൻ്റെ വലത് ഇടത് ഭാഗങ്ങളിലൂടെ, എൻ്റെ മേൽഭാഗം, ഇതിലൂടെയൊക്കെ അപകടങ്ങൾ എന്നിലേക്ക് വരുന്നതിനെ തൊട്ട് നീ എന്നെ സംരക്ഷിക്കണമേ. വ അഊദു ബിക അല്ലാഹുമ്മ അൻ ഉഗ്താല മിൻ തഹ്തി. എൻ്റെ കീഴ്ഭാഗത്തിലൂടെ ഭൂമി പിളർന്ന് ഭൂഗർഭത്തിലേക്ക് ഞാൻ ആഴ്ത്തപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇതാണ് ആ ദുആൻ്റെ മാന. അപ്പോൾ ഇവിടെ എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും നമ്മൾ നിത്യമാക്കേണ്ട ഒരു ദുആയാണത്. ഈ ദുആ വളരെ അർത്ഥഗർഭമാണ്. മനസ്സിലായി? ഇഹത്തിലും പരത്തിലും നമ്മൾ അള്ളാഹിനോട് സൗഖ്യം തേടുകയാണ്. ദീനിൻ്റെ വിഷയത്തിൽ, കുടുംബത്തിൻ്റെ വിഷയത്തിൽ, സമ്പത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ ഇഹപര ജീവിതത്തിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ച തേടുകയാണ്, സൗഖ്യം തേടുകയാണ്. അത് വളരെ മുഖ്യമാണ്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ വളരെ മുഖ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ വർദ്ധിപ്പിച്ചിരുന്ന ദുആയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വ തഹവ്വുലി ആഫിയതിക് വ ഫുജാഅതി നിഖമതിക് വ ജമീഇ സഖതിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന ഒരു ദുആ. അതിലെന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹം എന്നിൽ നിന്ന് തെറ്റിപ്പോകുന്നതിന് തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ തഹവ്വുലി ആഫിയതിക്. നീ ഏകിയ സൗഖ്യം അതെന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, മാറുന്നതിനോട് നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഫുജാഅത്തി നിഖ്മതിക്. പെട്ടെന്നുള്ള നിൻ്റെ നിഖ്മത്ത്, ശിക്ഷ, അത് വരുന്നതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. വ ജമീഇ സഖതിക്. നിന്നിൽ നിന്നുള്ള കോപങ്ങൾ അതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. റസൂലുള്ളാഹിൻ്റെ ദുആയാണ്. അപ്പോൾ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ആഫിയത്തിന് തേടേണ്ടതുണ്ട്. നമ്മുടെ നഗ്നത മറക്കാൻ വേണ്ടി തേടേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നിർഭയത്വമേകാൻ തേടേണ്ടതുണ്ട്. സുരക്ഷിതത്വമേകാൻ തേടേണ്ടതുണ്ട്. അതിന് പഠിപ്പിക്കപ്പെട്ടൊരു ദുആയാണ്. എല്ലാ പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും നമ്മൾ കേട്ടതായ ഈ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ എന്ന് തുടങ്ങുന്ന ദുആ. അതുകൊണ്ട് തന്നെ ഇത്തരം ദുആകൾ നമ്മൾ നിത്യമാക്കാൻ, അത് പഠിച്ച് പാഠമാക്കി ശ്രമിക്കണം എന്നാണ് ഈ തരുണത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹുവിൻ്റെ അസിത്തീർ, അസത്തീർ എന്നീ നാമങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഇന്ന് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവും അതിൻ്റെ തേട്ടവും വിഷയവും ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകൾ വിശദീകരിക്കും. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ മനുഷ്യന്മാർക്ക് ഇമാമുമാരായി ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ പൊറുക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ. നമ്മുടെ നഗ്നതകളെ മറക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അദില്ലൽ കുഫ്ര വൽ കാഫിരീൻ. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.